പുതിയൊരു സംഗീതം ജനിക്കണമെങ്കിൽ പുല്ലാങ്കുഴലിൻ്റെ അകവശം ശൂന്യമായിരിക്കണം. ലോ ഓഫ് അട്രാക്ഷനിലെ ഏറ്റവും വലിയ രഹസ്യം ഇതാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് പുതിയൊരു സമൃദ്ധി വരണമെങ്കിൽ പഴയ പരാതികളും ഭാരങ്ങളും ഒഴിഞ്ഞു പോയേ തീരൂ. പ്രകൃതി ഒരിടത്തും ശൂന്യത അനുവദിക്കില്ല. നിങ്ങൾ ഒരിടം ഒരുക്കിയാൽ പ്രപഞ്ചം അവിടെ പുതിയത് നിറയ്ക്കും. ഓഷോ പറഞ്ഞതുപോലെ വിത്ത് മണ്ണിൽ അലിഞ്ഞ് ശൂന്യമാക്കുമ്പോഴാണ് അതിൽ നിന്ന് ഒരു വലിയ മരം ജനിക്കുന്നത്. നമ്മുടെ പഴയ സ്വത്തും അലിഞ്ഞു തീരുമ്പോൾ മാത്രമേ പുതിയൊരു മനുഷ്യൻ നമ്മിൽ ജനിക്കുകയുള്ളൂ. മുറുകെ പിടിക്കുന്നതല്ല, മറിച്ച് കൈകൾ അയച്ചുവിടുന്നതാണ് സൃഷ്ടിയുടെ ആദ്യഘട്ടം. ശൂന്യത എന്നത് ഒരു കുറവല്ല, മറിച്ച് അതൊരു കാന്തമാണ്. നമ്മൾ എത്രത്തോളം ശൂന്യമാകുന്നുവോ അത്രത്തോളം പ്രപഞ്ചത്തിന് നമ്മിലൂടെ നൃത്തം ചെയ്യാൻ കഴിയും. മല കയറുമ്പോൾ പാഴ്വസ്തുക്കൾ നിറഞ്ഞ സഞ്ചി ചുമലിലേറ്റിയ മുല്ലാ നസറുദ്ദീനെ ഓർത്താൽ ആ ഭാരം ഇറക്കി വയ്ക്കാതെ അയാൾക്ക് മലമുകളിലെ കാറ്റും വെളിച്ചവും ആസ്വദിക്കാനാവില്ല. നമ്മളും നമ്മുടെ ആന്തരിക ഭാരങ്ങൾ ഇറക്കി വയ്ക്കുക. അഷ്ടവക്രൻ പറഞ്ഞതുപോലെ നിങ്ങൾ എല്ലാറ്റിൻ്റെയും സാക്ഷിയാകുമ്പോൾ ആ ഭാരമില്ലായ്മ നിങ്ങളെ വിജയത്തിൻ്റെ ഉയരങ്ങളിലേക്ക് പറപ്പിക്കും. ഈ ശൂന്യതയിലാണ് ഇനി നമുക്ക് സുവർണ ഊർജം നിറയ്ക്കേണ്ടത്. നമസ്കാരം. ലോ ഓഫ് അട്രാക്ഷൻ്റെ ഇന്നത്തെ ചിന്തകളിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ ശ്വസിക്കുന്ന വായുവിനേക്കാൾ പ്രധാനം ആ ശ്വാസങ്ങൾക്കിടയിലുള്ള ആ ചെറിയ നിശബ്ദതയാണ്. ആ നിശബ്ദതയാണ് നമ്മെ ജീവനോടെ നിലനിർത്തുന്നത്. നമ്മൾ കാണുന്ന ഈ ലോകം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് എപ്പോഴും എന്തെങ്കിലും കൊണ്ട് നിറയ്ക്കാനാണ്. അറിവ് കൊണ്ട് മനസ്സിനെ നിറയ്ക്കാം, വസ്തുക്കൾ കൊണ്ട് വീടും നിറയ്ക്കാം. അങ്ങനെ നിറഞ്ഞു കവിഞ്ഞ അവസ്ഥയിലാണ് നാം ഓരോരുത്തരും. എന്നാൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ലോ ഓഫ് അട്രാക്ഷനിലെ ഏറ്റവും നിഗൂഢമായ ഒരു വശമാണ്, ശൂന്യതയുടെ ശക്തി, അഥവാ ദ പവർ ഓഫ് എംപ്റ്റിനെസ്. ഒരു പുല്ലാങ്കുഴൽ സംഗീതം പൊഴിക്കുന്നത് അത് ഉള്ളിൽ ശൂന്യമായതുകൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിലും പുതിയൊരു സംഗീതം വരണമെങ്കിൽ, സമൃദ്ധിയുടെ ഒരു പുതിയ പ്രവാഹം വരണമെങ്കിൽ അതിനായി ഒരിടം നമ്മൾ ഒരുക്കിയിട്ടുണ്ടോ? നമുക്കുള്ളിൽ പുതിയതെന്തെങ്കിലും വരണമെങ്കിൽ പഴയത് ഒഴിഞ്ഞു പോയേ തീരൂ. ഇത് പ്രകൃതിയുടെ മാറ്റമില്ലാത്ത ഒരു നിയമമാണ്. ഒരു പാത്രം പഴയ അഴുക്കുവെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ അതിലേക്ക് എങ്ങനെയാണ് നമുക്ക് പുതിയ തേൻ ഒഴിക്കാൻ കഴിയുക? പലപ്പോഴും നമ്മൾ പുതിയൊരു ജീവിതം ആഗ്രഹിക്കുമ്പോഴും പഴയ പരാതികളും കഴിഞ്ഞുപോയ കാലത്തെ വേദനകളും ഉള്ളിൽ മുറുക്കി പിടിച്ചിരിക്കുകയാണ്. ഇതിനെയാണ് ഓഷോ മാനസികമായ ഭാരം എന്ന് വിളിച്ചത്. നമ്മൾ ഈ പഴയവയെ വിട്ടൊഴിയുമ്പോൾ അവിടെ ഒരു ശൂന്യതയുണ്ടാകുകയും ആ ശൂന്യത ഒരു കാന്തം പോലെ പ്രപഞ്ചത്തിൻ്റെ സമൃദ്ധിയെ നമ്മിലേക്ക് വലിച്ചടിപ്പിക്കുകയും ചെയ്യും. കാരണം പ്രകൃതി ഒരിടത്തും ശൂന്യത അനുവദിക്കില്ല. നമ്മൾ എവിടെ ഒരു ഒഴിഞ്ഞ ഇടം ഉണ്ടാക്കുന്നുവോ അവിടെ പ്രപഞ്ചം പുതിയത് നിറയ്ക്കും. അഷ്ടവക്രൻ ജനക മഹാരാജാവിനോട് പറഞ്ഞു, നീ നിന്റെ ബോധത്തിൻ്റെ ആകാശമാകൂ എന്ന്. ആകാശത്തിന് അതിരുകളില്ല, അതിന് ഭാരമില്ല. ആകാശം എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നു, പക്ഷെ ഒന്നിനോടും പറ്റിപ്പിടിക്കുന്നില്ല. നമ്മൾ നമ്മുടെ ചിന്തകളോടും സങ്കടങ്ങളോടും പറ്റിപ്പിടിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് ശൂന്യതയില്ലാതെ പോകുന്നത്. ഈ ശൂന്യത ഒരു നിസ്സംഗതയല്ല, മറിച്ച് പ്രപഞ്ചത്തിന് പ്രവർത്തിക്കുവാനുള്ള വിസ്താരം നൽകലാണ്. മുറുക്കെ പിടിക്കുന്നതല്ല, മറിച്ച് വിരലുകൾ അയച്ചുവിടുന്നതാണ് ഒരു സൃഷ്ടിയുടെ ആദ്യത്തെ ചുവടുവെപ്പ്. നമ്മൾ എത്രത്തോളം ശൂന്യനാകുന്നുവോ അത്രത്തോളം പ്രപഞ്ചത്തിന് നമ്മിലൂടെ നൃത്തം ചെയ്യാൻ കഴിയും. നമ്മളിവിടെ ലക്ഷ്യം വയ്ക്കുന്നത് ആന്തരികമായ ആ വിടുതലാണ്.
എങ്ങനെയാണ് ഈ ശൂന്യത നമ്മുടെ നിത്യജീവിതത്തിൽ കൊണ്ടുവരിക? നമ്മുടെ വീട്ടിലെ അനാവശ്യ വസ്തുക്കൾ മാറ്റുന്നത് മുതൽ നമ്മുടെ മനസ്സിലെ അനാവശ്യ ചിന്തകൾ ഉപേക്ഷിക്കുന്നത് വരെ ഇതിൻ്റെ ഭാഗമാണ്. ഈ ഭാഗം അവസാനിക്കുമ്പോൾ നിങ്ങൾ സ്വയം ചോദിക്കണം, എൻ്റെ ജീവിതത്തിലേക്ക് പുതിയത് വരാൻ ഞാൻ എന്താണ് വിട്ടുകൊടുക്കാൻ തയ്യാറുള്ളതെന്ന്. പരാതികൾ മാറ്റുമ്പോൾ സമാധാനത്തിന് വഴി തുറക്കും അവിടെ. നമ്മളെ അസൂയ മാറ്റുമ്പോൾ സ്നേഹത്തിന് വഴി തുറക്കുകയാണ്. ശൂന്യതയുടെ ആവശ്യകതയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. പലപ്പോഴും നമ്മൾ പുതിയ ഉയരങ്ങൾ കീഴടക്കാൻ ആഗ്രഹിക്കുമ്പോഴും എന്തുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയാത്തത്? കാരണം നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ചുമലിൽ വലിയൊരു ഭാരം പേറുന്നുണ്ട്. കഴിഞ്ഞ കാലത്തെ സങ്കടങ്ങളും ദേഷ്യവും അനാവശ്യ ചിന്തകളും ആ ഭാരത്തിൻ്റെ ഭാഗമാണ്. ഇതിനെക്കുറിച്ച് മുല്ലാ നസറുദ്ദീൻ്റെ ജീവിതത്തിലെ വളരെ രസകരമായ ഒരു കഥയുണ്ട്. ഒരിക്കൽ മുല്ലാ നസറുദ്ദീൻ ഒരു വലിയ സഞ്ചി നിറയെ പഴയ സാധനങ്ങളുമായി ഒരു മല കയറുകയായിരുന്നു. ആ സഞ്ചിയിൽ പൊട്ടിയ പാത്രങ്ങളും പഴയ തുണികളും കല്ലുകളും ഒക്കെയുണ്ട്. മുല്ല വിയർത്ത് കുളിക്കുന്നുണ്ട്, കിതയ്ക്കുന്നുമുണ്ട്. ഓരോ ചുവട് വയ്ക്കുമ്പോഴും അയാൾ തളർന്നു വീഴാൻ പോകുകയാണ്. വഴിയിൽ വെച്ച് കണ്ട ഒരാൾ മുല്ലയോട് ചോദിച്ചു, മുല്ല, എന്തിനാണ് ഈ പാഴ്വസ്തുക്കളും വേറെ ഇത്ര കഷ്ടപ്പെട്ട് നീ മല കയറുന്നതെന്ന്? ഇതെല്ലാം വഴിയിൽ ഉപേക്ഷിച്ചുകൂടെ? മുല്ല ഗൗരവത്തിൽ പറഞ്ഞു, സുഹൃത്തെ, ഇതൊക്കെ എൻ്റെ സമ്പാദ്യങ്ങളാണ്. ഇവയൊക്കെ ഉപേക്ഷിച്ചാൽ മലമുകളിലെത്തുമ്പോൾ എൻ്റെ കൈവശം എന്താണ് ഉണ്ടാവുകയെന്ന്? ഞാൻ ശൂന്യനാകില്ലേ? ആ മനുഷ്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മുല്ല, മലമുകളിലെ കാറ്റും വെളിച്ചവും ആസ്വദിക്കണമെങ്കിൽ നിനക്ക് ഈ ഭാരം താഴെ വെച്ചേ മതിയാകും. നീ ഇത് മുറുകി പിടിച്ചിരുന്നാൽ നീ ഒരിക്കലും മുകളിലെത്തില്ല, പാതി വഴിയിൽ തളർന്നു വീഴും. പ്രിയമുള്ളവരെ, നമ്മളും ആ മുല്ലയെ പോലെയല്ലേ? ലോ ഓഫ് അട്രാക്ഷനിലൂടെ വലിയ വിജയങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ മനസ്സിലെ സഞ്ചി നിറയെ പഴയ കുറ്റബോധങ്ങളും വെറുപ്പും നമ്മൾ ചുമക്കുകയാണ്. ഓഷോ പറയുമായിരുന്നു, ജീവിതം ഭാരം പേറാനുള്ളതല്ല, മറിച്ച് അതൊരു നൃത്തമാകേണ്ടതാണെന്ന്. നമ്മൾ നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വെച്ച് ശൂന്യനാകുമ്പോൾ നമ്മൾ ഭാരമില്ലാത്തവനാകും. ആ ഭാരമില്ലായ്മയാണ് നമ്മെ ഉയരങ്ങളിലേക്ക് എത്തിക്കുക. നമ്മൾ ഒരിക്കലും ശൂന്യനാകാൻ ഭയപ്പെടരുത്. ആ ശൂന്യതയിലാണ് പ്രപഞ്ചത്തിന് പുതിയ നിധികൾ നിറയ്ക്കാൻ സാധിക്കുകയുള്ളൂ. മുല്ലയുടെ ആ പഴയ സാധനങ്ങൾ പോലെ നമ്മുടെ മനസ്സിലെ അനാവശ്യ ചിന്തകൾ ഇന്ന് ഉപേക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാണോ? അഷ്ടവക്രൻ പറഞ്ഞത് നീ എല്ലാറ്റിൻ്റെയും സാക്ഷിയാകുക എന്നാണ്. സാക്ഷിക്ക് ഭാരമില്ല. നമ്മൾ ആ മല കയറുന്ന മുല്ലയല്ല, മറിച്ച് ആ മലയും കാറ്റും ആസ്വദിക്കുന്ന ഒരു സാക്ഷിയായി മാറണം. പഴയതിനെ വിട്ടൊഴിയുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് നമ്മുടെ ബന്ധനങ്ങളെ മാത്രമാണ്. എന്നാൽ നമുക്ക് നേടാനുള്ളതോ അനന്തമായ ഈ പ്രപഞ്ചത്തെയാണ്. ഇന്ന് നമ്മൾ നമുക്കുള്ളിലെ സഞ്ചിയിലേക്കൊന്ന് നോക്കണം. അതിൽ നമ്മൾ ഇനിയും ചുമക്കേണ്ടിയില്ലാത്ത ആ പഴയ കല്ലുകൾ ഏതാണോ അവയെ താഴേക്ക് വെക്കണം. നമുക്ക് ഒരു ചെറിയ വിടുതൽ ധ്യാനത്തെ പരിചയപ്പെടാം. കണ്ണുകളടച്ച് നമ്മുടെ ചുമലിൽ വലിയൊരു ഭാരമുള്ളതായി സങ്കല്പിക്കണം. സത്യത്തിൽ ഈ ഒരു സങ്കല്പത്തിനപ്പുറത്ത് നമുക്ക് ഈ ഭാരമുണ്ടെന്ന് നമുക്കറിയാം. ആ ഭാരത്തെ പതുക്കെ നിലത്ത് ഇറക്കി വെക്കുക. നമ്മുടെ ശരീരം ഭാരമില്ലാതെ കാറ്റിൽ പറക്കുന്ന ഒരു തൂവൽ പോലെയാകുന്നത് അനുഭവിക്കുകയും ആ ശൂന്യതയിൽ ലയിക്കുകയും ചെയ്യുക. ഞാൻ സ്വതന്ത്രനാണ്, ഞാൻ ശൂന്യനാണ് എന്ന് മന്ത്രിച്ചു കൊണ്ടിരിക്കുക. പലപ്പോഴും ആന്തരികമായ ശൂന്യതയെക്കുറിച്ച് പറയുമ്പോൾ അത് വളരെ സങ്കീർണമാണെന്ന് നമുക്ക് തോന്നാം. എന്നാൽ ലോ ഓഫ് അട്രാക്ഷനിലെ ഒരു രഹസ്യം എന്നത് നമ്മുടെ പുറം ലോകം നമ്മുടെ ആന്തരിക ലോകത്തിൻ്റെ പ്രതിഫലനമാണെന്നല്ലേ.
നമ്മുടെ വീടും പരിസരവും അനാവശ്യ വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലും ആ ശ്വാസം മുട്ടൽ അനുഭവപ്പെടും. അതുകൊണ്ട് ശൂന്യതയുടെ ഈ പ്രായോഗിക പാഠം നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടതുണ്ട്. പ്രപഞ്ചത്തിന് പുതിയൊരു സമ്മാനം നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കണമെങ്കിൽ അത് വെക്കാൻ അവിടെ ഒരിടം വേണ്ടേ? ഓഷോ പറയുമായിരുന്നു, നാം വസ്തുക്കളെ സ്വന്തമാക്കുകയല്ല, വസ്തുക്കൾ നമ്മളെ സ്വന്തമാക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെയൊക്കെ അലമാരയിൽ വർഷങ്ങളായി ഉപയോഗിക്കാത്ത വസ്ത്രങ്ങളുണ്ടോ? നമ്മുടെ മേശപ്പുറത്ത് അനാവശ്യമായ കടലാസുകൾ കൂട്ടിയിട്ടിട്ടുണ്ടോ? ഇങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ പ്രപഞ്ചത്തിനോട് പറയുന്നത്, എനിക്ക് പുതിയതൊന്നും വേണ്ട, ഞാൻ ഈ പഴയവയിൽ തന്നെ തൃപ്തനാണെന്നാണ്. പ്രിയമുള്ളവരെ, ഇന്ന് തന്നെ നമ്മുടെ വീടിന്റെ ഒരു കോണെങ്കിലും വൃത്തിയാക്കുക. നമുക്ക് ആവശ്യമില്ലാത്തവ മറ്റൊരാൾക്ക് നൽകുകയോ അല്ലെങ്കിൽ ഉപേക്ഷിക്കുകയോ ചെയ്യുക. നമ്മളൊരു കാര്യം പുറത്തേക്ക് കളയുമ്പോൾ അവിടെ രൂപപ്പെടുന്ന ആ ശൂന്യതയിലേക്ക് പ്രപഞ്ചം പുതിയൊരു ഊർജത്തെ അയക്കാൻ തുടങ്ങും. ഇത് വെറുമൊരു വൃത്തിയാക്കലല്ല, മറിച്ച് ഇതൊരു ആത്മീയമായ ശുദ്ധീകരണമാണ്. പുറം ലോകത്തെ പോലെ പ്രധാനമാണ് നമുക്കുള്ളിലെ ആ ഇടവും. നമ്മുടെ മനസ്സിൽ നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പഴയ വെറുപ്പുകളും പരാതികളും ആ അലമാരയിലെ പഴയ വസ്ത്രങ്ങൾ പോലെയാണ്. അഷ്ടവക്രം പറഞ്ഞതുപോലെ, നിങ്ങൾ എല്ലാറ്റിൻ്റെയും സാക്ഷിയാകാൻ പഠിക്കുമ്പോൾ ഈ ചിന്തകൾ നമ്മിൽ നിന്ന് താനെ കൊഴിഞ്ഞു പോകും. ഒരാളോട് നമുക്ക് ദേഷ്യമുണ്ടെങ്കിൽ ആ ദേഷ്യം നമുക്കുള്ളിൽ നമ്മൾ വെച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ അയാളെ ശിക്ഷിക്കുകയല്ല, മറിച്ച് നമുക്കുള്ളിലെ ശൂന്യതയെ നമ്മൾ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ക്ഷമിക്കുക എന്നാൽ മറ്റൊരാൾക്ക് നൽകുന്ന ഔദാര്യമല്ല, മറിച്ച് നമ്മുടെ മനസ്സിൽ പുതിയൊരു സന്തോഷം നിറയാൻ നമ്മളൊരിടം ഒരുക്കുകയാണ്. ആ വിടുതലിലൂടെ നമ്മൾ കൂടുതൽ കൂടുതൽ ലഘുവായി മാറും. ജീവിതത്തിലെ മറ്റൊരു പ്രധാന ഇടമെന്നത് നമ്മുടെ സമയമാണ്. രാവിലെ മുതൽ രാത്രി വരെ നമ്മൾ തിരക്കിലാണ്. ചിന്തകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും നമ്മൾ നമ്മുടെ 24 മണിക്കൂറും നിറച്ചിരിക്കുകയാണ്. ഇതിനിടയിൽ പ്രപഞ്ചത്തിന് നമ്മോട് സംസാരിക്കാൻ എവിടെയാണ് സമയം? ദിവസവും അല്പനേരം ഒന്നും ചെയ്യാതിരിക്കാൻ നമ്മൾ ശീലിക്കേണ്ടതുണ്ട്. നത്തിങ്നെസ് എന്ന് ഓഷോ വിളിച്ച ആ അവസ്ഥയിൽ അവിടെ ഫോണില്ല, സംസാരമില്ല, ചിന്തകളില്ല, വെറുതെ ഇരിക്കുക മാത്രം. ആ ശൂന്യമായ നിമിഷങ്ങളിലാണ് പ്രപഞ്ചത്തിന്റെ മഹാസന്ദേശങ്ങൾ നമ്മിലേക്ക് വരുന്നത്. ആ ശൂന്യതയാണ് ലോ ഓഫ് അട്രാക്ഷന്റെ ഏറ്റവും വലിയ ആയുധം. നമ്മൾ ശൂന്യനാകുമ്പോൾ നമ്മളൊരു കാന്തമായി മാറുകയാണ്. നമുക്ക് ഒരു ശുദ്ധീകരണ ധ്യാനത്തെ കൂടി പരിചയപ്പെടാം. കണ്ണുകൾ അടച്ചുകൊണ്ട് നമുക്കുള്ളിലും പുറത്തുമുള്ള എല്ലാ അനാവശ്യ ഭാരങ്ങളും ഒഴിഞ്ഞു പോയതായി സങ്കല്പിക്കണം. നമ്മുടെ ശരീരം ശൂന്യമായ ഒരു പുല്ലാങ്കുഴലായി മാറുന്നത് അനുഭവിക്കുക. ആ പുല്ലാങ്കുഴലിലൂടെ പ്രപഞ്ചത്തിന്റെ സംഗീതം ഒഴുകുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് അല്പസമയം ഇരിക്കാവുന്നതാണ്. നമ്മൾ ഇതുവരെ സംസാരിച്ച ശൂന്യത എന്നത് വെറുമൊരു ഒന്നുമില്ലായ്മയല്ല, മറിച്ച് സർവ ചരാചരങ്ങളും ജനിച്ചു വീഴുന്ന ആ മഹാസ്രോതസ്സാണ്. ഓഷോ പറയുമായിരുന്നു, ഒരു വിത്ത് മണ്ണിൽ വീണ് അലിഞ്ഞ് ശൂന്യമാകുമ്പോഴാണ് അതിൽ നിന്ന് ഒരു വലിയ മരം ജനിക്കുന്നതെന്ന്. അതുപോലെ തന്നെ നമ്മുടെ പഴയ സ്വത്വം അലിഞ്ഞു തീരുമ്പോൾ മാത്രമേ പുതിയൊരു മനുഷ്യൻ നമ്മിൽ ജനിക്കുകയുള്ളൂ. ലോ ഓഫ് അട്രാക്ഷനിൽ പലരും പരാജയപ്പെടുന്നത് അവർ പഴയ മനുഷ്യനായി ഇരുന്നു കൊണ്ട് പുതിയ വിജയങ്ങൾക്കായി കാത്തിരിക്കുന്നത് കൊണ്ടാണ്. നമ്മൾ ശൂന്യനാകുമ്പോൾ മാത്രമേ പ്രപഞ്ചത്തിന് നമ്മെ ഒരു പുതിയ രൂപത്തിലേക്ക് മാറ്റുവാൻ കഴിയുകയുള്ളൂ. അഷ്ടവക്രം ജനക മഹാരാജാവിനോട് പറഞ്ഞ പരമമായ സത്യമെന്നത്, നീ ഒന്നിൻ്റെയും കർത്താവല്ല, നീ കേവലം സാക്ഷിയാണെന്നാണ്. നമ്മളൊരു കർത്താവാകുമ്പോൾ നമുക്കവിടെ ഭാരമുണ്ട്. അതേസമയം നമ്മൾ സാക്ഷിയാകുമ്പോൾ നമ്മൾ ശൂന്യനാകുകയാണ്. ഒരു കണ്ണാടി പോലെയായാൽ അതിനു മുന്നിൽ വരുന്ന എല്ലാറ്റിനെയും അത് പ്രതിഫലിപ്പിക്കും, പക്ഷെ ഒന്നിനെയും ഉള്ളിൽ പിടിച്ചു വെക്കുന്നുമില്ല.
മുന്നിലുള്ള ദൃശ്യം മാറുമ്പോൾ കണ്ണാടി വീണ്ടും അവിടെ ശൂന്യമാവുകയാണ്. ആ ശൂന്യതയാണ് ആത്മീയമായ സ്വാതന്ത്ര്യം എന്നത്. ആ സ്വാതന്ത്ര്യത്തിൽ നിന്നാണ് യഥാർത്ഥ ലോ ഓഫ് അട്രാക്ഷൻ തുടങ്ങുന്നത്. കാരണം ഒന്നിലും പറ്റിപ്പിടിക്കാത്ത ഒരു മനസ്സിലേക്ക് പ്രപഞ്ചം അതിൻ്റെ സർവ്വ ഐശ്വര്യങ്ങളും ഒരു പുഴ പോലെ ഒഴുക്കാൻ തുടങ്ങും. സ്നേഹമുള്ളവരെ, ഇന്നത്തെ യാത്രയിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ അനാവശ്യമായവയെ ഇറക്കി വയ്ക്കാൻ പഠിച്ചു. അലമാരയിലെ പഴയ വസ്ത്രങ്ങൾ പോലെ മനസ്സിലെ പഴയ ചിന്തകളും പരാതികളും നമ്മൾ ഇപ്പോൾ ഇവിടെ ഉപേക്ഷിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ലഘുത്വം പ്രവചനാതീതമാണ്. ആ ലഘുത്വമാണ് സമൃദ്ധിയിലേക്കുള്ള നമ്മുടെ വിമാനം എന്നത്. ഭാരമില്ലാത്തവന് മാത്രമാണെന്നേ ഉയരങ്ങളിലേക്ക് പറക്കാൻ കഴിയൂ. നമ്മൾ എത്രത്തോളം ഒഴിഞ്ഞിരിക്കുന്നുവോ അത്രത്തോളം പ്രപഞ്ചത്തിന്റെ അത്ഭുതങ്ങൾ നമ്മിലേക്ക് വരാൻ വെമ്പൽ കൊള്ളും. ഈ ശൂന്യതയെ ഭയപ്പെടാതെ സ്നേഹിക്കാൻ തുടങ്ങണം. നിശബ്ദതയിൽ നിന്നാണ് ഒരു സംഗീതം പിറവിയെടുക്കുന്നത്. ശൂന്യതയിൽ നിന്നാണ് പ്രപഞ്ചം ജനിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളിലൊരു ശൂന്യത സൃഷ്ടിച്ചു കഴിഞ്ഞു. ഈ ശൂന്യമായ ഇടത്തിലേക്ക് ഇനി നമുക്ക് പ്രപഞ്ചത്തിന്റെ സുവർണ ഊർജത്തെ നിറയ്ക്കേണ്ടതുണ്ട്. അടുത്ത ഭാഗത്ത് നാം ചർച്ച ചെയ്യുന്നത് ബോധത്തിന്റെ കാന്തിക വലയം അഥവാ ദ മാഗ്നറ്റിക് ഓറ ഓഫ് കോൺഷ്യസ്നസ് എന്ന വിഷയമാണ്. നമ്മുടെ ഈ ശൂന്യത എങ്ങനെ ഒരു മഹാകാന്തമായി മാറുന്നുവെന്നും അതിലേക്ക് ആഗ്രഹങ്ങൾ എങ്ങനെ സ്വയം ആകർഷിക്കപ്പെടുന്നുവെന്നും നമ്മൾ പഠിക്കും. നിങ്ങളിലെ അനന്തമായ മൗനത്തെ ഞാൻ വന്ദിക്കുന്നു. നന്ദി, നമസ്കാരം.